പഴുപ്പ് ഓവറായിട്ടുള്ള ചെറുപഴമൊക്കെ വീട്ടിൽ വെറുതെ കിടക്കുമായിരിക്കും അല്ലേ, മക്കളും കഴിക്കില്ല വലിയവരും കഴിക്കില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി നോക്കൂ, എല്ലാവരും എടുത്ത് കഴിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അത് നമുക്ക് ചെറുപഴമൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 7 ചെറുപഴം എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിയ പഴമാണ് കേട്ടോ. അത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഉടച്ചെടുക്കുക, മിക്സിയിലിട്ട് ഉടച്ചെടുക്കരുത് കേട്ടോ, അപ്പോൾ അത് പറ്റങ്ങോട്ട് പേസ്റ്റ് രൂപത്തിലായി പോകും. അങ്ങനെ ചെയ്യരുത്, ഇതുപോലെ ഒരു മാഷർ ഉപയോഗിച്ചിട്ടോ തവി ഉപയോഗിച്ചിട്ടോ ഒന്ന് ഉടച്ചെടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതൊക്കെ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ, തേങ്ങയൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി അതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഇനിയും വേണ്ടി വരും. നമ്മുടെ പഴം എത്രത്തോളം ലൂസായിട്ടാണ് ഇരിക്കുന്നതിനനുസരിച്ച് മൈദ വീണ്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല ലൂസാണ്, നമുക്ക് അതിൽ ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടിയിട്ടില്ല. വീണ്ടും ഒരു 1/2 കപ്പ് കൂടെ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ വേണ്ടത്. പിന്നെ അതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. പിന്നെ 2 നുള്ളു ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. അതുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ ഈ ഒരു സ്നാക്ക് കിട്ടും. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. എണ്ണയിലേക്ക് ഇങ്ങനെ ഇതുപോലെ നുള്ളി ഇട്ട് കൊടുക്കാൻ പാകത്തിൽ ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ ഈ ഒരു മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങ് വലിയ ബോൾസ് ആക്കി എടുക്കണ്ട, അപ്പോൾ ഉള്ള ശരിക്കും വെന്ത് കിട്ടൊന്നുമില്ല. ഈ ഒരു വലുപ്പത്തിൽ ആക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബോൾസായിട്ട് അങ്ങ് വരും കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്, അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ ആരും കഴിക്കാതെ പഴമൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു സ്നാക്ക് ഒന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്